കഴിഞ്ഞ ദിവസം കണ്ണൂർ വിടുന്ന ആവശ്യമായിട്ട് അപ്പൊ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അവനും നാട്ടിലേക്ക് വരുന്നുണ്ട് നാണം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ പറഞ്ഞു ബുള്ളറ്റ് അവൻ എന്തായാലും തിരിച്ചു കൊണ്ടുവരും നാട്ടിലേക്ക്. ബുള്ളറ്റ് പോയാലോ അപ്പൊ ഞാൻ പറഞ്ഞു ബുള്ളറ്റിൽ അത്ര ലോങ് റൂട്ട് പോണോ? നമുക്ക് ബുള്ളറ്റിൽ പോവാം. അത് വേണോ അവനെ ഇത് നിങ്ങക്ക് വയസ്സായോ? അത് കിട്ടപ്പോ നമുക്ക് ഈഗോ അടിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം ഓടിക്കും എറണാകുളം വരെ ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബുള്ളറ്റ് നിന്ന് ഇറങ്ങി. അപ്പൊ ഇറങ്ങി ഒരു കിലോമീറ്റർ ഒക്കെ എത്ര ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു എടാ വണ്ടിയിൽ എണ്ണ അടിക്കണ്ടേ? പമ്പൂര് എത്തും, പമ്പിൽ നിന്ന് നമുക്ക് അടിച്ചിട്ട് പോട്ടാ. പമ്പൂര് എത്തൂലല്ലോ. പമ്പൂര് എത്തും എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞങ്ങളൊരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞു. പമ്പിനൊക്കെ ഒരു 1/2 കിലോമീറ്റർ മുന്നേട്ട് വണ്ടി അങ്ങ് നിന്ന് എന്തായാലും തീർന്നു. അപ്പൊ നമ്മുടെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അനന്തോനെ വിളിക്കണ്ട. അനന്തോനെ വിളിച്ച് അനന്ത് കളിയാക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, സാഹിലിനെ വിളിക്കാം. സാഹിൽ വന്നിട്ട് പെട്രോൾ മേടിച്ച് തരും. ഇനിയിപ്പോ ഇവിടെ തള്ളണ്ടല്ലോ, ബുള്ളറ്റ് 1/2 കിലോമീറ്റർ തള്ളണ്ട, അവിടെ വരും, പിള്ളേർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് സുഹൃത്തുക്കളെ വിളിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഈ സാഹിൽ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് അനന്തോനെയും കൂടാതെ ഒരു 4 പേര്, ടോട്ടൽ 4 ബൈക്കിൽ 8 പേരെയും കൂട്ടിയിട്ട് പുള്ളിക്ക് വന്നു. പറഞ്ഞ് നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ നടക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാണക്കേടാവെന്ന് വിചാരിച്ചിരുന്നോടത്തിരുന്ന് അനന്ത് പറഞ്ഞാൽ അനന്ത് കളിയാക്കെന്ന് പറഞ്ഞിരുന്നോടത്തിരുന്ന ഒരു 10 പേരോടെ അറിഞ്ഞോളൂ, വേറെ സംഭവം ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ മേടിച്ച് അവർ പെട്രോൾ അടിക്കാൻ പോയ സമയത്ത് ഈ ചങ്ങാതി എന്നോട് പറയണേ അത് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, അത് നമ്മുടെ ശ്രദ്ധക്കുറവൊന്നുമല്ല, നിങ്ങളുടെ സമയം ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ ഞാൻ ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമായിരുന്നോ? അതങ്ങനെയാണ്, നമ്മുടെ സമയം ശരിയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിച്ചിട്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞേ ഇതുപോലെ മുമ്പ് ഞാനൊരു സുഹൃത്തിന്റെ കയറി എന്റെ വാച്ച് നന്നാക്കിയിരുന്നു. അന്ന് അവന് എന്നോട് ഇതുപോലെ തന്നെ പറഞ്ഞു. ആ കഥ ഞാൻ അവനോട് അന്ന് പറഞ്ഞിരുന്നു. കുറച്ച് നാളായിട്ട് എന്റെ വാച്ച് എത്തിറക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയിൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു എന്റെ ബാറ്ററി ഒന്ന് മാറി തരുമെന്ന് ചോദിച്ചു. പുള്ളി മാറി തന്ന് വാച്ച് ഓടാനും തുടങ്ങി. ഞാൻ ഒരു 8-10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും വാച്ച് വീണ്ടും ചത്തേക്കാം. അപ്പോൾ ഞാൻ അവന് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു മോനടാ നിന്റെ ബാറ്ററി ശരിയല്ല, വാച്ച് വീണ്ടും ചത്തത്. അപ്പോൾ അവനോട് പറയാം എൻ്റെ ബാറ്ററിയുടെ കുഴപ്പമില്ല അളിയാ, നിന്റെ സമയം ശരിയല്ല.